മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിലെ അപാകത തുടക്കത്തിൽ തന്നെ അധികൃതരെ അറിയിച്ചതായി നാട്ടുകാർ. പ്രദേശവാസികളുടെ ആശങ്ക അവഗണിച്ച് റോഡ് നിർമ്മിച്ചതിന്റെ പരിണിത ഫലമാണ് റോഡ് തകർച്ചയെന്നും പ്രദേശവാസികൾ. പ്രദേശത്തെ ഭൂഘടന പരിഗണിച്ച് മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെറും അനാസ്ഥയാണ് ഇതിലെ. ഇത് ഈ കല്ല് പൊട്ടി അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്, നാട്ടുകാർ വന്നിട്ട് ചൂണ്ടിക്കാണിച്ചതാണ് ഇവരോട്. അന്ന് ഇവര് എന്ത് പറഞ്ഞു, അത് ഞങ്ങൾ ഗുജറാത്തിൽ വലിയ ഇത് കെട്ടിയിട്ടുണ്ട്, ഭൂകമ്പം വന്നിട്ട് വരെ ഇളകിയിട്ടില്ല, അപ്പം ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇതിനെക്കാട്ടി വലുത് ഞങ്ങൾ കെട്ടിക്കണമെന്നാണ് പറഞ്ഞത്. ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ ആശങ്കകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും അപാകതകൾ ചൂണ്ടിക്കാണിച്ചു. പ്രദേശത്തിന്റെ ഭൂഘടനയുടെ സവിശേഷത കൂടി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ ഒന്നും ചെവികൊണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾ അന്നേ പറഞ്ഞു 2 മാസത്തിലധികം ഈ റോഡിന് ആയുസില്ല എന്നുള്ളത്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കാരണം നമുക്ക് മനസ്സിലാവും, കാരണം ഈ മണ്ണിൻ്റെയോ ഈ പ്രദേശത്തിൻ്റെയോ പൾസ് അറിയാതെ എവിടെയൊക്കെയുള്ള എഞ്ചിനീയർമാരെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഇപ്പോൾ കണ്ടില്ല അവസ്ഥ. ഇത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. തങ്ങളുടെ ആശങ്കകൾ അവഗണിച്ചതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. മേൽപ്പാലം നിർമ്മിക്കലാണ് പ്രദേശത്തെ ഭൂഘടനയ്ക്ക് അനുയോജ്യമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഒരു പഠനം പോലും നടത്താതെ, ഈ ഭൂമിൻ്റെ മണ്ണ് ഒരു പരിശോധന മറ്റുള്ള ഒന്നും നടത്താതെ ഈ രൂപത്തിലുള്ള വലിയ 10-18 മീറ്റർ വരുന്ന ഈ രൂപത്തിലുള്ള റോഡ് ഇവിടെ ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മേൽപ്പാലം പണിയണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യമാണ് നാട്ടുകാർ ഇവിടെ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപകട സ്ഥലം UDF പ്രതിനിധി സംഘം സന്ദർശിച്ചു. സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഇവിടെ കളക്ടറേറ്റ് വിളിക്കുമ്പോൾ ആ യോഗത്തിൽ അത് മഴ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നാളെ മഴ പെയ്യില്ലേ? മഴ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ളത്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനിയും ആശങ്കകൾ അവഗണിച്ചാണ് റോഡ് തകർന്ന ഭാഗത്തെ പുനർനിർമ്മാണമെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും തീരുമാനം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഉമർ, മീഡിയ 1, കോഴിക്കോട്.